So question number 10 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So 10th question. So question ഞാൻ വായിക്കാം. The n projectiles of line AB is 60 mm. A is 20 mm above HP and 30 mm in front of VP. Point B is 70 mm above HP and 60 mm in front of VP. Draw the projection of line AB. Find its apparent inclinations and actual inclinations. Also comment the position of line in space and mark its traces. So question number 21. See, question number 10th question ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഗിവൺ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദി എൻ പ്രൊജക്ടേഴ്സ് ഓഫ് ലൈൻ എ ബി ഈസ് 60 mm എപ്പാർട്ട്. അപ്പോൾ എന്താണ് ആ വാല്യൂ എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. സോ ലൈനിൻ്റെ പേര് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് അല്ലേ. ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബി എന്നാണ് ലൈനിൻ്റെ പേര്. ഞാൻ എഴുതുന്നു ലൈൻ നെയിം എ ബി. ഇറ്റ് ഈസ് ഗിവൺ ആണ്, ലൈനിൻ്റെ പേര് എ ബി ഈസ് ഗിവൺ. നൗ ദി എൻ പ്രൊജക്ടേഴ്സ് ഓഫ് ലൈൻ എ ബി ഈസ് 60 mm അപ്പാർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എൻ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തുനിന്ന് കയറി വരുന്നത് അല്ലേ. എന്താണ് എൻ പ്രൊജക്ടേഴ്സ്? എൻ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ഫിഗർ നോക്കി. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്രൊജക്ടർ ലൈൻ ഓഫ് എ ആൻഡ് ദി പ്രൊജക്ടർ ലൈൻ ഓഫ് ബി എലോങ് എക്സ് വൈ ലൈൻ. ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്ടേഴ്സ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയെന്ന്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 60 mm എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കാം. സോ എക്സ് ഈസ് ഗിവൺ, എക്സ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഞാൻ ടൈം പേര് കൊടുത്തതേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്രൊജക്ടർ ലൈൻ ഓഫ് എ ആൻഡ് ബി. സോ എയുടെ പ്രൊജക്ടർ ലൈൻ കഴിഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് മാറിയായിരിക്കും നമ്മുടെ ബി ഡാഷ് ബി വരയ്ക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് എയുടെയും ബിയുടെയും പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കാൻ നടത്തും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്നിട്ടുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. ഇനി നോക്കി അടുത്ത ഡേറ്റാസ് എന്തൊക്കെയാണെന്നുള്ളത്. പോയിന്റ് പൊസിഷൻസ് തന്നിട്ടുണ്ടല്ലേ. പൊസിഷൻസ് എങ്ങനെയാണ്? പൊസിഷൻസ് നോക്കി. The point A is 20 mm above HP and 30 mm in front of VP. So point A is given ആണ്. So point A is 20 mm above HP and 30 mm in front of VP. So point A is given. അടുത്തതോ? Then point B is 20 mm above HP and 30 mm in front of VP. And point B is 70 mm above HP and 60 mm in front of VP. So point B is 70 mm above HP, 70. So 70 mm above HP and 60 mm in front of VP. So points given ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. Point A is 70 mm above HP and 60 mm in front of VP. സോ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡയറക്റ്റ് ഗിവൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തേഡും പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ആയിരുന്നു ലൈൻ റൊട്ടേഷൻ മെത്തേഡ്. ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് പഠിക്കുമ്പോൾ സമയത്ത് ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ആ മെത്തേഡിലും സോൾവ് ചെയ്യാം. അപ്പോൾ ലൈൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ലൈൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട്, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട്. അതിൽ ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് ആണെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിലോട്ട്. ബാക്കി നമുക്ക് ഡിപ്പെൻസ്. അപ്പോൾ നമ്മുടെ ഗിവൺ ഡേറ്റ ഏതാണ്, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. മോസ്റ്റ് കേസസിൽ ഈ എക്സ് തരുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിലോട്ട് പോയാൽ ചിലപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല. രണ്ട് മെത്തേഡിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം ലൈൻ റൊട്ടേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് പഠിക്കുമ്പോൾ ആ മെത്തേഡിലും സെയിം പ്രോബ്ലം തന്നെ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആസ് യൂഷ്വൽ എക്സ് വൈ ലൈൻ ആണ്. ഇത് നോക്കിയാൽ ഡിസ്റ്റൻസുകളൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇത് 70 mm എബോവ് ആണ്. നോക്കി 70 mm എബോവ് 60 mm ഇൻ ഫ്രണ്ട്. ഇവിടെ 20 and 30 ആണ്. അപ്പോൾ ഇച്ചിരി വലിയ ഡിസ്റ്റൻസുകളാണ്. റൊട്ടേഷൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ വരച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്പേസ് കിട്ടാതെ വരാം. അങ്ങനെയൊക്കെയുള്ള കേസസുകളുണ്ട്. മേ ബി ചിലപ്പോൾ ട്രേസ് വരയ്ക്കുന്നതിൽ പ്രോബ്ലംസ് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഐ എം ഡ്രോയിങ് ദി എക്സ് വൈ ലൈൻ. സോ ആസ് യൂഷ്വൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് വൈ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്
എന്താണ് പ്രൊജക്ഷൻ പോയിന്റ് എ ഫിക്സ് ചെയ്യുക. പോയിന്റ് എ നമുക്ക് ഗിവൺ ആണ്. ഇറ്റ് ഈസ് 20 mm എബോവ് HP. സോ 20 mm എബോവ്. സോ എയുടെ പ്രൊജക്ടർ ലൈൻ ഞാൻ വരയ്ക്കുന്നു. ദെൻ അതിൽ 20 mm മേലുണ്ട്. സോ 20 mm മേളിൽ എ ഡാഷ് വരും. അങ്ങനെയല്ലേ? 20 mm എബോവ്. സോ എ ഡാഷ് ഈസ് 20 mm എബോവ് HP ആൻഡ് എ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ബിലോ X വരെ. അപ്പോൾ എ ഈസ് 30 mm ബിലോ. സോ 30 mm ബിലോ പോയിന്റ് എ. സോ നമുക്ക് രണ്ട് പോയിന്റ്സുകൾ കിട്ടി. സോ ദിസ് ഈസ് പോയിന്റ് എ ഡാഷ്, ദിസ് ഈസ് പോയിന്റ് എ. സോ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലോക്കസ് ലൈൻ വരയ്ക്കുക. സോ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. സോ ലോക്കസ് ഓഫ് എ ഡാഷ് and this is locus of A. So locus of A dash and locus of A. So I name ചെയ്യുന്നു. This is locus of A dash. This is locus of A. Okay. So locus of A dash ആയി, locus of A complete ആയി. ഇനി നമ്മൾ നോക്കി, ഇപ്പോൾ A കിട്ടി, പോയിന്റ് എ ഉണ്ട്, പോയിന്റ് എയുടെ പ്രൊജക്ട് ലൈൻ വരച്ച് പോയിന്റ് എയുടെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരച്ചു. നൗ നമുക്ക് എക്സ് ഗിവൺ ആണല്ലേ. അപ്പോൾ ഈ എ ഡാഷ് എ വരച്ചു കഴിഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് എടുത്താൽ നമുക്ക് ബിയുടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കാം. അതിൽ നമുക്ക് ഡയറക്റ്റ്ലി ബി പ്ലോട്ട് ചെയ്യാം, കാരണം ബിയുടെ ഡാറ്റ ഇവിടെ ഗിവൺ ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈനിൽ 60 mm മാർക്ക് ചെയ്യുന്നു. സോ എക്സ് വൈ ലൈനിൽ ദി എക്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്രൊജക്ടേഴ്സ് 60 ഞാൻ മെഷർ ചെയ്യുന്നു. ഇസ് ഗിവൺ ആണ്. സോ 60 ഞാൻ മെഷർ ചെയ്തു. ദെൻ ഡ്രോയിങ് എ പ്രൊജക്ടർ ലൈൻ, അതായത് ബിയുടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. സോ ബിയുടെ പ്രൊജക്ടർ ലൈൻ മാർക്ക് ചെയ്യുക. ബിയുടെ പ്രൊജക്ടർ ലൈൻ. സോ ബിയുടെ പ്രൊജക്ടർ ലൈൻ വരച്ചു. അപ്പോൾ ഡിസ്റ്റൻസുകൾ ഇച്ചിരി കൂടുതലാണ്. എത്രയാണെന്ന് നോക്കി. ബിയുടേത് 70 mm എബോ HP. ദാറ്റ് മീൻസ് ബി ഡാഷ് എന്ന് പറയുന്നത് 70 mm എബോ എക്സ് ലൈൻ ആയിരിക്കും. 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് VP ബിലോ ആണ്. VP എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ. സോ വി ഈസ് ബിലോ. അപ്പോൾ 70 എബോ ആൻഡ് 60 ബിലോ. അപ്പോൾ 70 എബോ. സോ ഇച്ചിരിയുടെ ലെങ്ത് വേണം. സോ പ്രൊജക്ടർ ലൈൻ ഞാനൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ ഓക്കെ ആയിരിക്കും. സോ ഇവിടെ ഇനി ഒരു കൺഫ്യൂഷൻ വരരുത്. നിങ്ങൾ 70 ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ലോക്കസ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കസ് ലൈൻ ഉണ്ട്, നമ്മുടെ എക്സ് വൈ ലൈൻ ഉണ്ട്. അപ്പോൾ എക്സ് വൈ ലൈൻ ഡാർക്കായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വരച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 70 ഒക്കെ എടുക്കാൻ പോകുമ്പോൾ സ്കെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ ഈ ലൈനിൽ നിന്ന് 70 എടുത്തു, ലോക്കസ് ലൈനിൽ നിന്ന് 70 എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. സ്കെയിൽ വെക്കും, 70 അങ്ങ് ഈ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യും, പോയിന്റ് എടുക്കും, പിന്നെ നോക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ എറർ വരും, ആൻസറുകളെല്ലാം വലിയ വാല്യൂസുകൾ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർത്ത് 70 എടുക്കുമ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് തന്നെയാണ് ഡിസ്റ്റൻസുകൾ എടുക്കുന്നതെന്ന് എപ്പോഴും ഓർക്കണം. ഞാൻ ട്രേസസിൻ്റെ കാര്യം പറഞ്ഞു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പം ഈ എ ഡാഷ് ബി ഡാഷിൽ പ്രൊജക്റ്റ് ചെയ്യുന്നവരെ എ ഡാഷ് B1 ഡാഷ് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സെയിം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതുപോലെ മിസ്റ്റേക്സ് വരാം. സോ ഞാൻ എക്സ് വൈ ലൈനിൽ നിന്ന് തന്നെ 70 മുകളിലോട്ട് എടുക്കുന്നു. ദെൻ എക്സ് വൈ ലൈനിൽ നിന്ന് 60. 1 2 3 4 5 6. സോ 60. സോ എനിക്ക് രണ്ട് പോയിൻറ്റ്സുകൾ കിട്ടി. ദീസ് പോയിൻറ്റ്സ് ആർ, ദിസ് ഈസ് ബി ഡാഷ്, ഡയറക്റ്റ്ലി ബി ഡാഷ് കിട്ടി, ഡയറക്റ്റ്ലി ബി കിട്ടി. നോക്കി. സോ നമുക്ക് നമ്മുടെ ഫൈനൽ പ്രൊജക്ഷൻ എ ഡാഷ് ബി ഡാഷ് എ ബി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി വരയ്ക്കാം. സോ എ ഡാഷ് ബി ഡാഷ്, സോ നമ്മുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ ആയി. That is dark line. Now this is AB. Final top view is also a dark line. Now നിങ്ങൾ ഇതിനകത്ത് നോക്കുക, ആംഗിൾസുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്നു, ദിസ് ആംഗിൾ ഈസ്, ഇത് ഏത് ആംഗിളാണ്? എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ആൽഫ. ദെൻ എ ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ആംഗിൾ ഈസ് ബീറ്റ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇത്രയും വരച്ചാൽ മതി. കാരണം ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ ആയി ടോപ്പ് വ്യൂ ആയി കഴിഞ്ഞു. ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫയും ബീറ്റയും ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. സോ ആൽഫയും ബീറ്റയും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അല്ലേ? എ ഡാഷ് ബി ഡാഷ് മേക്കുന്ന ആംഗിൾ ആൽഫ, എ ബി മേക്കുന്ന ആംഗിൾ ഈസ്
ബീറ്റ. സോ നമുക്ക് ആ രണ്ട് വാല്യൂസ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കിട്ടിക്കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഡയമെൻഷൻസ് ചെയ്താൽ മതി. പക്ഷേ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദി മേ ബി ചോദിക്കാം വാട്ട് ഈസ് ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം അല്ലേ. ട്രൂ ലെങ്ത് എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ അപ്പാരൽ ലെങ്ത് എന്താണ്, വാട്ട് ഈസ് അപ്പാരൽ ലെങ്ത്. അതല്ലെങ്കിൽ നിങ്ങളോട് ഫൈൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻസ് തീറ്റ ആൻഡ് ഫൈ ആക്ച്വൽ ഇൻക്ലിനേഷൻസ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുൾ ഫിഗർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുകയുള്ളൂ, തീറ്റ കിട്ടുകയുള്ളൂ, ഫൈ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. പ്രൊജക്ഷൻ വരയ്ക്കാൻ മാത്രമാണെങ്കിൽ നമ്മുടെ പ്രൊജക്ഷൻ കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മുടെ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് നോക്കിയാൽ നമുക്ക് ചടപടയെന്ന് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം നോക്കിയേ, എ ഡാഷ് ബി ഡാഷിനെ എ ഡാഷിൻ്റെ ലോക്കസിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ബി ടു ഡാഷ് കിട്ടും. ക്ലിയർ ആണോ? അതിനു മുമ്പ് നമ്മളോട് കാര്യം വിട്ടുപോയി. എന്താ, രണ്ട് ലോക്കസ് ലൈനുകൾ വരയ്ക്കാൻ നമ്മൾ വിട്ടുപോയി അല്ലേ. ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബി ഡാഷിൽ നിന്ന് ബി ഡാഷിലേക്കുള്ള ലോക്കസ് ലൈൻ വരയ്ക്കാം, ലോക്കസ് ഓഫ് ബി ഡാഷ്. സിമിലർലി ഇവിടെയും നമുക്കൊരു ലോക്കസ് ലൈൻ അല്ലേ, ലോക്കസ് ഓഫ് ബി. സോ ലോക്കസ് ലൈനിൽ വരയ്ക്കാൻ വിട്ടുപോലെ വരയ്ക്കുക, അതിൻ്റെ പേരൂടെ കൊടുക്കുക. ഇതെന്തായിരുന്നു, ദിസ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ്, ദിസ് ഈസ് ലോക്കസ് ഓഫ് ബി. ഇനി നോക്കിയേ, നമ്മുടെ റൈറ്റ് സൈഡിലെ ഫിഗറിൽ വേഗം നോക്കിയേ, ഇച്ചിരി കൂടെ നോക്കി. എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ബി ടു കിട്ടും. സെയിം തന്നെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. സോ എ ഡാഷ് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂവിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. കാണാൻ വേണ്ടി ഞാൻ ചരിച്ച് കയറി വരയ്ക്കുകയാണ്. എററൊക്കെ വരുമെങ്കിലും വീഡിയോയിൽ വിസിബിൾ ആവണ്ടേ. സോ റൊട്ടേറ്റ് ചെയ്തു. സോ കിട്ടുന്ന പോയിന്റ് ഏതാണ്, ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് നോക്കി ബി ടു ഡാഷ്. സോ ദിസ് പോയിന്റ് ഈസ് ബി ടു ഡാഷ്. അവിടെ നിന്ന് നോക്കി, അവിടെ നേരെ ലോക്കസ് ഓഫ് ബിയിലോട്ട് പോയാൽ നമുക്ക് ബി ടു കിട്ടും. സോ ലോക്കസ് ഓഫ് ബി ലൈൻ നമുക്കിവിടെ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബി ടുവിൽ നിന്ന് നേരെ ലോക്കസ് ഓഫ് ബിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ലോക്കസ് ഓഫ് ബിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ബി ടു. ബി ടു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്ത്, എ ബി ടു ലൈൻ വരച്ചാൽ അതിൻ്റെ ലെങ്താണ് ട്രൂ ലെങ്ത്, അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. സോ നമുക്കത് രണ്ടും ഇപ്പോൾ ഡയറക്റ്റ്ലി കിട്ടാൻ പോവാണ്. സോ ഞാൻ വരയ്ക്കുന്നു എ ബി ടു. സോ എ ബി ടു ലൈൻ വരച്ചു. സോ അതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. സോ ദിസ് ഈസ് ട്രൂ ലെങ്ത് ലൈൻ ടി എൽ. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ഫൈ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി. നൗ സെയിം മെത്തേഡ് നമുക്ക് തിരിച്ചും ചെയ്യാം. എന്താണ്, ഇവിടെ എ ബി ഉണ്ട്, ബി എ റൊട്ടേറ്റ് ചെയ്ത് പോയാൽ ബി വൺ കിട്ടും. അവിടെ നേരെ ലോക്കസ് ഓഫ് ബി ഡാഷിലോട്ട് പോയാൽ ബി വൺ ഡാഷ് കിട്ടും. കണക്ട് ചെയ്താൽ അവിടെയും നമുക്ക് ട്രൂ ലെങ്തും തീറ്റയും കിട്ടും. അപ്പോൾ സെയിം പ്രൊസീജിയേഴ്സ് റിവേഴ്സിൽ ഇവിടെ ചെയ്യുന്നു. എ സെൻറ്റർ ആക്കുന്നു. വരച്ച് കഴിയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് നമുക്ക് ഞാൻ ഈ വരച്ചതിൽ ഉൾപ്പെടെ എറർ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനകത്ത് പിടികിട്ടി കാണും അല്ലേ, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഞാൻ കർവ് വരച്ചു, എ ബി റൊട്ടേറ്റ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് ഇതാണ് B1. എ ബി റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് B1. ദെൻ B1ൽ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ. സോ B1 ഡാഷ് കിട്ടും. സോ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, B1ൽ നിന്ന് ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പെർ എന്താ വരുന്നതെന്നുള്ളത് ഞാൻ പറയാം. എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് B1 ഡാഷ്. സോ ഇത് ബി ഡാഷ്, ഇത് B1 ഡാഷ്. ഇനി എറർ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. എറർ ഞാൻ നോക്കുക. നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് എ ഡാഷ് B1 ഡാഷ് എന്നുള്ളത് കണക്ട് ചെയ്യുന്നു. സോ എ ഡാഷ് B1 ഡാഷ് കണക്ട് ചെയ്യുന്നു. എ ഡാഷ് B1 ഡാഷ്. എ ഡാഷ് B1 ഡാഷ് കണക്ട് ചെയ്യും. ഞാൻ എററിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, നമുക്കിവിടെ എഴുതാം. ഇത് ട്രൂ ലെങ്ത് ലൈനാണ്. ഇത് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് നമ്മുടെ തീറ്റ, ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ. അപ്പോൾ ഇതിൽ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിടത്തും ട്രൂ ലെങ്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ രണ്ടിടത്തെയും ട്രൂ ലെങ്ത് നമ്മൾ വരച്ചത് പെർഫെക്റ്റ് ആണെങ്കിൽ രണ്ടും സെയിം വാല്യൂ തന്നെ കിട്ടണം. സോ ഞാൻ ഈ വാല്യൂസുകൾ നമ്മൾ ആൻസേഴ്സ് എഴുതാൻ പോവാണ്. സോ ആൻസേഴ്സ് നമുക്ക് വേണ്ടുന്നത് ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ ബീറ്റ, ആൽഫ ബീറ്റ, then theta equal to and phi equal to
ദെൻ അടുത്തത് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്, ദെൻ എ ബിയുടെ ലെങ്ത്, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ലെങ്ത്, ദെൻ ട്രൂ ലെങ്ത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൂ ലെങ്ത് വാല്യൂ. ഇത്രയാണ് നമ്മൾ ഗിവൺ ഡേറ്റാസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഗിവൺ ഡേറ്റാസ് മെഷർ എഴുതിയിട്ടുണ്ട്. ആൽഫ എനിക്ക് 40 ആണ്. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിരിക്കും, എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ വരയ്ക്കുന്നതിനകത്ത് എറർ കയറി വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി വാല്യൂസ് കൂടെ എഴുതുന്നത്. ദെൻ ബീറ്റ എനിക്ക് 27, ദെൻ ദിസ് തീറ്റ ആണ്. തീറ്റ ഈസ് ഈക്വൽ 36, ഫൈ ഈക്വൽ ടു 22 ഡിഗ്രി. ദെൻ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് 78 mm, എ ബി 67 mm. ദെൻ ട്രൂ ലെങ്ത് നമുക്ക് രണ്ടിടത്തും ട്രൂ ലെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിടത്തും എന്ത് ചെയ്യും, ട്രൂ ലെങ്ത് സെയിം വാല്യൂ തന്നെ കിട്ടും. എവിടെയെങ്കിലുമൊക്കെ വലിയ മിസ്റ്റേക്ക് വന്നാൽ ട്രൂ ലെങ്ത് രണ്ടിടത്തും രണ്ടായിപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രൂ ലെങ്തേ ഉള്ളൂ, നമുക്ക് രണ്ടിടത്ത് ഒറ്റ വാല്യൂ തന്നെ ആൻസർ കിട്ടണം. സോ ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നു. സോ ഇവിടെ എനിക്ക് കിട്ടുന്നത് നിയർലി 82, 83 ഇല്ല 82 എന്ന് പറയാം. സോ അവിടെ 82 ആണ് കിട്ടിയത്. സോ ഞാൻ ഇവിടെ മെഷർ ചെയ്ത് നോക്കുന്നു, ഇവിടെ നമ്മുടെ ട്രൂ ലെങ്ത് മെഷർ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് വന്നേക്കുന്നത് 83 ആണ്. സോ മേളിൽ മെഷർ ചെയ്തപ്പോൾ 82, ഇവിടെ 83 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ട്രൂ ലെങ്ത് എഴുതുന്ന ഒരു കൺഫ്യൂഷൻ വരാം. സോ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ ട്രൂ ലെങ്ത് ആയിട്ട് ഫിക്സ് ചെയ്യുക. ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു ഞാനിവിടെ 83 എന്ന് എഴുതി. സോ 83 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഈ ട്രൂ ലെങ്തും എന്തായിരിക്കണം, 83 ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് 1 mm കുറവ് ഇവിടെ വന്നത് നമ്മൾ വരച്ചതിനകത്ത് മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി മേ ബി ടോട്ടൽ ചിലപ്പോൾ 80 ആയിരിക്കാം ട്രൂ ലെങ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 mm എറിനകത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 83 നിങ്ങൾ ട്രൂ ലെങ്ത് എന്ന് ഇവിടെ എഴുതിയാൽ, ഇനി ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ AB2 എന്ന് പറയുന്നതും 83 ഡയമെൻഷൻ ചെയ്യാവുള്ളൂ. എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നത് 83 ഡയമെൻഷൻ ചെയ്യാം. അല്ലാതെ ഒരിടത്ത് 82ഉം ഇവിടെ 84 അല്ലെങ്കിൽ മേ ബി ഇവിടെ 85 ആണ് കിട്ടിയെങ്കിൽ, സോ ഇവിടെ അത് 82, ഇവിടെ വന്നപ്പോൾ അത് 85 എന്ന് ചെയ്ത് വെക്കരുത്. സാറിന് സ്റ്റുഡൻസ് ചെയ്യുന്നത് എങ്ങനെ, ട്രൂ ലെങ്ത് രണ്ടിടത്തും കിട്ടും, ഇവിടെ ഒരു വാല്യൂ അതിനകത്ത് എഴുതി വെക്കും ട്രൂ ലെങ്ത് എന്ന്. ഡയമെൻഷൻ ചെയ്യുമ്പോൾ എറർ മൂലം എന്തായാലും ശരി വേരിയേഷൻസ് കാണും. അപ്പോൾ ആ വേരിയേഷൻസ് രണ്ടിടത്തും കാണിച്ചു വെക്കും. ദാറ്റ് മീൻസ് ഇവിടെ 83, ഇവിടെ 85. അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ ഇവിടെ ഏത് വാല്യൂണ് എഴുതി അത് ഡയമെൻഷനിൽ കാണിച്ചേക്കുക. കാരണം അങ്ങനെ മാറി വരുന്നത് നമ്മുടെ എറർ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അത് രണ്ടും ട്രൂ ലെങ്ത് 2 വാല്യൂ ആയിട്ട് എഴുതി ഡയമെൻഷൻ ചെയ്യരുത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഡയമെൻഷൻസിലുണ്ടായിരുന്നത്? സോ ട്രൂ ലെങ്ത് ഞാൻ 83 എന്ന് എഴുതി. നമുക്കിവിടെ നമ്മുടെ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാനുണ്ട് അല്ലേ. ഡിസ്റ്റൻസുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നു. ദെൻ ദിസ് ഡിസ്റ്റൻസ്, സോ ഇത് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാനുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 20, ദിസ് വാല്യൂ ഈസ് 30. ദെൻ ഇത് 60 mm ആണ്. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 70. ഇനിയുള്ളത് നമ്മുടെ ആൽഫ ആംഗിൾസ് നമ്മളിവിടെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ വാല്യൂ ഇവിടെ എഴുതിയോണ്ട് പിന്നെ അവിടെ മാർക്ക് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ മാർക്കിംഗ് ആയി, നൊട്ടേഷൻസ് ഉണ്ട്, വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത് കാണിക്കാം. ട്രൂ ലെങ്ത് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ട്രേസ് കൂടെ വരയ്ക്കുക അല്ലേ. ട്രേസ് നമ്മൾ വരയ്ക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ട്രേസ് വരയ്ക്കാൻ ഞാൻ നോക്കുകയാണ്. സ്പേസിൻ്റെ അവൈലബിലിറ്റി ഇവിടെ ഓക്കെ ആയിരിക്കും. ട്രേസ് വരയ്ക്കാൻ ഞാൻ XY ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. ഫസ്റ്റ് ഏത് ട്രേസ് ആണ്, വീണ്ടും സ്റ്റെപ്സ് ഇങ്ങനെ എഴുതി തന്നെ ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് എല്ലാ പ്രോബ്ലത്തിലും. ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാനായിട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, XY ലൈൻ വരെ H ഡാഷ് എന്ന പേര് കൊടുക്കുന്നു, അവിടെ വെർട്ടിക്കൽ ലൈൻ, അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഞാൻ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ്. നമുക്ക് ആദ്യമേ കിട്ടി നമ്മുടെ ഫ്രണ്ട് വ്യൂ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ കിട്ടുന്ന പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് H ഡാഷ്. സോ അവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ അവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമ്മൾ ടോപ്പ് വ്യൂ AB എക്സ്റ്റെൻഡ് ചെയ്യുക. സോ കിട്ടുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ്. സോ നമുക്ക് ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടി. ഇനി വെർട്ടിക്കൽ ട്രേസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ട്രേസ് കിട്ടാനുള്ള സ്റ്റെപ്പ് എന്താണ്? VT കിട്ടാൻ AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു, XY ലൈൻ വരെ സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കുന്നു, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതിലോട്ട് A ഡാഷ് B ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ സെയിം മെത്തേഡ് ഞാനിവിടെ AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ AB എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ. സോ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നോക്കിയേ, AB എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ജസ്റ്റ് സ്പേസ് ഇവിടെ വരെ എൻ്റെ പേപ്പറുള്ളൂ, ബാക്കി വൈറ്റ് സർഫസ് ആണ്. ഈ പേപ്പറിൻ്റെ ഈ എൻഡ് വരെയുള്ളൂ.
അപ്പോൾ ഞാനത് എ ബിയെ ജസ്റ്റ് ആ പോയിന്റിൽ കിട്ടുന്നതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുകയാണ്. എക്സാക്ട്ലി കിട്ടി, ജസ്റ്റ് ഒരു പോയിൻ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശകലം വേരിയേഷൻ, ഒരു ശകലം കൂടെ മാറിപ്പോയിരുന്നെങ്കിൽ എനിക്ക് പേപ്പറിന് ഔട്ട് സൈഡ് കാണാം. അപ്പോൾ ഫിഗർ ഒത്തിരി ഷിഫ്റ്റ് ആയാൽ അത് കിട്ടുമെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വരെ നിങ്ങളുടെ പേപ്പറിൽ എങ്ങനെ സാറേ ഇത് വരയ്ക്കും എന്നുള്ള ഡൗട്ടൊക്കെ വരാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. സോ ഇവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, പോയിന്റ് വിയിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. നമുക്ക് കുറച്ചാകുമ്പോൾ ഒരു ഐഡിയ കിട്ടും. എന്താണെന്നറിയാമോ, ഞാൻ പേന വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കുറച്ചാകുമ്പോൾ നമുക്കറിയാം എങ്ങോട്ടാണ് ഇൻക്ലിനേഷൻ വരുന്നത്. ഇപ്പോൾ ട്രേസസ് ഇവിടെ വരുമെന്നുള്ളത് നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ആ ഇൻക്ലിനേഷൻസ് ഒന്ന് നേരത്തെ ഒന്ന് നോക്കിയിട്ട്. സോ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ഇവിടെ. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് എ ബി എക്സ്റ്റെൻഡ് ചെയ്യും. ജസ്റ്റ് പ്രൊസീജിയർ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സോറി, അതിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് ട്രേസ് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് മൈ വി ടി. സോ വെർട്ടിക്കൽ ട്രേസ് കിട്ടി. സോ ഫിഗേഴ്സ് കംപ്ലീറ്റ് ആയി. നമ്മളിവിടെ ഫൈനൽ ഡേറ്റ നമ്മളൊരു ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതവിടെ എന്തോ നമ്മൾ എഴുതി വെച്ചേക്കുന്ന പോലെ സൈഡിൽ ഇങ്ങനെ കിടക്കും. നോക്കുന്ന വാല്യുവേഷൻ ആരാണ് ചെയ്യുന്നത് അവർക്ക് അത് ഡേറ്റ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ബോക്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡേറ്റ ക്ലിയർ ആണോ? ഈ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു വെച്ചാൽ പോയിൻറ്റ്സുകളെല്ലാം എ ഡാഷും ബി ഡാഷും മേളിലും എയും ജിയും താഴെയായിട്ട് ഡയറക്റ്റ് വന്നു. ഇനി ഇതിൻ്റെ കുറേ വെറൈറ്റിയാണ് ചെയ്യാൻ പറ്റുന്നത്. പോയിൻറ്റ്സുകളെല്ലാം മേളിലും താഴെയൊക്കെ വന്നാൽ നമ്മൾ എങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നുള്ളതും ഈ സെയിം പ്രോബ്ലംസുകൾ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ വരുമ്പോഴും നമുക്ക് ചെയ്യും. അതിപ്പോൾ അന്നേരം ഈ വാല്യൂസ് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.